എൻ്റെ പേര് ദീപായസ് പണിക്കർ എന്നാണ്. ഞാൻ ഇവിടെ ഓലകെട്ടി അമ്പലത്തിൽ സഹദേവ മന്ദിരത്തിലാണ് താമസിക്കുന്നത്. എൻ്റെ ഭരണിക്കാവ് വില്ലേജ് ഭരണിക്കാവ്. ഇത് എൻ്റെ വാർഡ് നമ്പർ എന്ന് പറയുന്നത് ഭരണിക്കാവ് വില്ലേജ് വാർഡ് നമ്പർ 1. എൻ്റെ ഹൗസ് നമ്പർ 89. ഈ വീടും വസ്തുവൊന്നും ആർക്കും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവന്മാർ എൻ്റെ ഒരു പ്രീതായസ് പണിക്കർ എന്ന് പറയുന്ന ഒരു സഹോദരിയുണ്ട്. അവൾ ഭയങ്കര നമ്പർ 1 കള്ളിയാണ്, ക്രിമിനലാണ്. കുറേ എണ്ണം ഉണ്ട് ഇവിടെ ഇതുപോലെ. ഈ സദാനന്ദ മന്ദിരത്തിൽ സോമരാജനും അവൻ്റെ കുടുംബവും ഇതുപോലെ ഒരു കണിയാനുണ്ട് അപ്പുറത്ത്. അവൻ വന്നു കയറിയതാണ് മലപ്പുറത്തുനിന്ന്. അവനും അവൻ്റെ കുടുംബവും ഇങ്ങനെ കുറേ എണ്ണം ഉണ്ട് ഇവിടെ അടുത്തുള്ള കുറേ അവന്മാരും എല്ലാം. പിന്നെ SNDPക്കകത്ത് വരുന്ന കുറേ, നിങ്ങൾക്ക് കാണാം, ഇതാ SNDP ബിൽഡിങ്. ഇവിടെ വരുന്ന കുറേ അവന്മാരും ഇങ്ങനെ നടക്കുക, നമ്മളെ ഇങ്ങനെ ഉപദ്രവിക്കാനും പേര് കേൾപ്പിക്കാനും ഒക്കെ ആയിട്ട് ഇവന്മാരുടെ ഉദ്ദേശങ്ങൾ മുഴുവൻ കേട്ടോ. ഇതാണ് SNDP ബിൽഡിങ്. ഗോപുരം കാണാൻ പറ്റും. അപ്പം ഇവന്മാരുടെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വീട്ടിലും ഇവന്മാർ കയറും. എന്നിട്ട് പെണ്ണുങ്ങളെ, അവിടെയുള്ള പെണ്ണുങ്ങളുടെ പേര് ചീത്തയാക്കുക. ഇതൊക്കെയാണ് ഇവന്മാരുടെ ഉദ്ദേശങ്ങൾ. ഇവന്മാർ ഇതുപോലെ ഒരു വീടെന്ന് പറഞ്ഞാൽ ഒരു LG നിവാസ് എന്ന് പറയുന്നൊരു വീടുണ്ട്. LG നിവാസ്. അവിടെ ഒരു ലീല എന്ന് പറയുന്ന ഒരു പെണ്ണുപിള്ളയും അവളുടെ മരുമോളും ഉണ്ട്, ശ്രീജ എന്ന് പറയുന്നവരും ഉണ്ടായിരുന്നു. ഇവിടൊക്കെ ഇവൻ എന്നും വൈകിട്ട് പോവുക, പകലെല്ലാം പോവുക. ഇവൻ അവിടെ ആയിരുന്നു. അതിന് മുന്നേ ഇവന് കൈതവളയിൽ എന്ന് പറയുന്നത്, ഈ സദാനന്ദ മന്ദിരത്തിൽ സോമരാജൻ്റെ കാര്യമാണ് പറയുന്നത്. കൈതവളയിൽ എന്ന് പറയുന്നൊരു വീടുണ്ടായിരുന്നു. അവിടെ കൈതവളയിൽ മണി എന്ന് പറയുന്നവൻ്റെ ഭാര്യയുടെയും അവൻ്റെ ഭാര്യയ്ക്ക് കുറച്ച് ചേട്ടത്തി അനിയത്തിമാരൊക്കെ ഉണ്ടായിരുന്നു. അവളുമാരുടെ കൂടെയായിരുന്നു ഇവൻ്റെ ഇത്. അവിടുത്തെ പത്താമ്പുറത്തും നല്ല കള്ളു കുടിച്ച് പത്താമ്പുറത്ത് കിടപ്പായിരുന്നു ജോലി. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഇവൻ്റെ ജോലി ഫുൾ ഇതാണ്. ഇങ്ങനെ പെണ്ണുങ്ങളെ പഴപ്പിച്ച് നടക്കുകയാണ് ഇവൻ്റെ ജോലി. സദാനന്ദ മന്ദിരത്തിൽ സോമരാജൻ എന്ന് പറയുന്നവൻ്റെ. അതുപോലെ തന്നെയാണ് ഈ കണിയാൻ എന്ന് പറയുന്നവനും അവൻ്റെ മോനെന്ന് പറയുന്ന ഈ സുജി സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവനും ഈ LG നിവാസിലെ ശ്രീജ എന്ന് പറയുന്നവളെ കൊണ്ട് കുറേ നാൾ നടന്നതാണ്. അവൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവളെയും കയറ്റി ബൈക്കേൽ ഇങ്ങനെ നടപ്പായിരുന്നു ജോലി ഇവനാ കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും എല്ലാം. അപ്പം അതുപോലെ ഈ മോഹൻ സിംഗ് എന്ന് പറയുന്നവൻ്റെ പെണ്ണുപിള്ള ഇതുപോലെ സാൽവി എന്ന് പറയുന്ന ഒരുത്തൻ്റെ കൂടി ഇങ്ങനെ പോയതാ. സാൽവി ഗംഗാധരൻ എന്തുവാണ് അവൻ്റെ ഗോപിനാഥൻ എന്നത് തോന്നുന്നു. അതുപോലെ അവൻ കൊണ്ട് നടന്നെന്ന് പറഞ്ഞുകൊണ്ടാണ് ഡിവോഴ്സൊക്കെ ചെയ്ത് നടക്കുകയാണ്. ഇതുപോലെ ഇപ്പം ഈ ശ്രീജ എന്ന് പറയുന്നവളെ അവൻ ഡിവോഴ്സ് ചെയ്തു. അവളെന്ന് പറഞ്ഞാൽ ഭൂലോക കേടിയാണ്. ഇതുപോലെ ഈ സദാനന്ദ മന്ദിരത്തിൽ സോമരാജനും ശ്രീജയും കൂടെ ശ്രീജയുടെ ഷുഗർ ഡാഡിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇവന് 19 വയസ്സും അവൾക്ക് അത്രയൊന്നും ഇല്ല. അപ്പം നല്ല ഡിഫറൻസാണ്, മക്കളെ കാട്ടി ചെറുതാണ്. അതുപോലെയാണ്. അപ്പം എന്നിട്ട് ഇങ്ങനെ ഇതാക്കുക. അവരൊക്കെ ചെയ്യുന്നതിനൊന്നും ഒരു കുഴപ്പങ്ങളും ഇല്ല. അന്നേരം ഇവളെയും കൊണ്ട് തിരുവനന്തപുരത്തൊക്കെ ലോഡ്ജിലൊക്കെ കറങ്ങി നടന്ന് തിരിച്ച് കായംകുളം ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് സ്കൂട്ടി എടുത്തുകൊണ്ട് വരുന്ന വഴിക്ക് വളഞ്ഞു നടക്കാതെ വന്നപ്പം ഏതോ ആരൊക്കെയോ വന്ന്, ഇതെല്ലാം പ്ലാനിങ് പ്ലോട്ടിംഗ് ആണ്. മാല പറിച്ചുകൊണ്ട് പോയെന്നാണ് കഥകൾ. എന്നിട്ട് കോടതി വിളിച്ചപ്പം പറയുന്നത് ആ മാലയല്ലെന്നെല്ലാം പറഞ്ഞു. അതല്ല, റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ മാലയല്ലായിരുന്നു കോടതിയിലിരുന്നതൊന്നും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പം നഷ്ടപ്പെട്ടു പോയി മാല. അപ്പോൾ ഇതൊക്കെയാണ് കഥകൾ. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇവന്മാർ ഈ സദാനന്ദമത്തി സോമരാജനും പിന്നെ ഈ LG നിവാസിലെ രാജേഷ് ഗംഗയും എല്ലാം കൂടെ ഇതുപോലെ ഈ രാജേഷ് ഗംഗയുടെ അമ്മാവൻ്റെ മരുമോളെ വിളിച്ചിറക്കിക്കൊണ്ട് അവരുടെ വീട്ടിൽ നിന്ന് പോന്നു. ഒരു പാവം പിടിച്ച ഒരു സജി എന്ന് പറയുന്ന ഒരു അണ്ണനുണ്ട്. ആ ചേച്ചിയെക്കുറിച്ച് നമുക്കൊന്നും അറിയത്തില്ല. നല്ലൊരു പാവം പിടിച്ച ചേച്ചിയാണ്. അവരുടെ അമ്മായിയമ്മയെ അടിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ അവരോട് ഭയങ്കര ഇതുപോലെ ഗുസ്തി പിടിച്ച് അവർക്ക് നിൽക്കാൻ വയ്യാത്തതുകൊണ്ട് അവർ ഇറങ്ങിയതാണെന്നാണ്. എന്നിട്ട് അവരെ വിളിച്ച് ഇവിടെ ഒരു വില്ലയുണ്ട് അടുത്ത്, അവിടെയായിരുന്നു. പിന്നെ ഈ സോമരാജൻ രാജേഷ് ഗംഗയും അവരുടെ ഡൺലപ്പയിലായിരുന്നു ഈ നാട്ടുകാരെല്ലാം പറയുന്നത്. ഇങ്ങനത്തെ കഥകളുണ്ടാക്കുകയാണ് ജോലി. അതുപോലെ ഇപ്പം ഇവിടോട്ട് ഇതാക്കിയിരിക്കുകയാണ്. എന്നെക്കുറിച്ചുള്ള കഥകളുണ്ടാക്കുകയാണ് ഈ രാജമ്മ എന്ന് പറയുന്നത്. എൻ്റെ അമ്മയുടെ സഹോദരിയും കുറേ അവളുമാരും അമ്മമാരും ഇങ്ങനെ കുറേ ഓട്ടോ ഡ്രൈവർമാരെ വിളിച്ച് കയറ്റിയ ഈ രാജമ്മയുടെ ജോലിയായിരുന്നു. പിന്നെ ഒരു വളക്കാരനെ വിളിച്ച് കയറ്റി. അങ്ങനെ പല വളക്കാരന്മാർ, ആൻറ്റിയെ തിരക്കിയാണ് വരുന്നത്. വളക്കാരന്മാരല്ല, ആൻറ്റി അമ്മേ 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 എന്ന് വിളിച്ചാണ് വളക്കാരന്മാരെല്ലാം വരിക. ഒരു മോളെ കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തുക. അങ്ങനെ പല വേലകളായിരുന്നു ഇവിടെ. എന്നുവെച്ചാൽ എൻ്റെയൊക്കെ ആരൊക്കെയാണ് ഇതൊക്കെ എന്തോ പല വേലകളാണ് ഇവിടെ നടത്തുന്നത് ഇവളുമാർ. എന്നെക്കുറിച്ചുള്ള അപവാദങ്ങൾ ഉണ്ടാക്കുകയാണ് ഇവളുമാരുടെ ജോലി. നമ്മുടെ പേര് ഇതാക്കുക. പല വേലകളാണ്. ഇപ്പോൾ എനിക്കൊരു പാർട്ട്ണറുണ്ട്, എന്നെക്കാട്ടി വയസ്സിന് ഇളയതാണ്. അപ്പം അവൻ്റെ കൂടെ ജീവിച്ച ഇതൊന്നും നടക്കാത്തതുകൊണ്ട് അങ്ങ് ഭയങ്കര പിരിയിളകി ഇരിക്കുക. എല്ലാത്തിനും ഭയങ്കര പിരിയിളക്കമാണ് എല്ലാത്തിനും അങ്ങ്. പിന്നെ സ്വത്തൊന്നും പിടിച്ചു പറിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഭയങ്കര പിരിയിളക്കമായിട്ടിരിക്കുക. ഇങ്ങനെ നമ്മളെ ഇതുപോലെ ട്രാപ്പ് ചെയ്യാനും ഇതുമായിട്ടൊക്കെ നടക്കുക. എന്നെയും ഇതുപോലെ എന്തെങ്കിലും ചെയ്ത് ജോബ് ലോസ് ഇൻഷുറൻസും അതുമെല്ലാം വാങ്ങിക്കണമെന്നാണ് ഇവളുമാരെയൊക്കെ ഉദ്ദേശം.
അന്തരീക്ഷം. അതുപോലെ ഈ പോച്ചെ കുടുംബത്തിൽ ഇഷ്ടംപോലെ കൊലപാതകങ്ങളാണ് നടന്നേക്കുന്നത്. തിരക്കി നോക്കി അറിയാം നിങ്ങൾക്ക്. ഇവിടെ വന്ന് തിരക്കണം. പോച്ചയിൽ ഇവരുടെ ഈ വീട്ടിൽ എന്തുമാത്രം കൊലപാതകങ്ങളെന്ന് വെച്ചാൽ എല്ലാം പിന്നെ ആത്മഹത്യയാണെന്നാണ് വരുത്തുന്നതെല്ലാം. ഇവിടെ ഈ നാട്ടിൽ തന്നെ ഇഷ്ടം പോലെ കൊലപാതകങ്ങളാണ്, എല്ലാം ആത്മഹത്യകളാണ്. പക്ഷേ ഒന്നും കൊലപാതകമല്ല, എല്ലാം ആത്മഹത്യയായിട്ടാണ് ഇതാക്കുന്നത്. എല്ലാവരും കെട്ടിത്തൂക്കുക. എല്ലാവരും ഫിനാൻഷ്യൽ ക്രൈസിസാണ് പറയുന്നത്. ഇതുപോലെ ഈ വടക്കേലെ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന വന്നു കയറിയ ആ വീട്ടിലെ സൽപ്പകവല്ലിയുടെ സഹോദരിമാരുടെ മക്കളിലെയാണ് കൊലപാതകങ്ങളൊക്കെ കൊച്ചുമക്കളെയും മക്കളുടെ മക്കളെയായിട്ടായിട്ട് കൊലപാതകങ്ങളെല്ലാം നടത്തിയേക്കുന്നത്. അങ്ങനെ ഒത്തിരി എണ്ണത്തിനെ കൊലപാതകങ്ങളൊക്കെ നടത്തിയതാണ് ഇവളുമാർ. ഇപ്പം ഇങ്ങനെ നടക്കുക, കുറേ ഇതായിട്ട് കൊലപാതകം ചെയ്ത് നടക്കുക. ഇവിടെ പഴുതിയും പാവമൊക്കെ ഇവിടുന്നവരാണിത്. കൊലപാതകങ്ങൾക്ക് മുരടനൊക്കെ വരുന്നു ജോലി, മുരടനൊക്കെ. അയ്യോ, എന്താ പോലെ ഇരിക്കുന്നു ഇവള്. മുരടനക്കി നടക്കുക, മുരടനൊക്കെ ഒത്തിരിയാ ഇവളുമാരാ. എന്തുവാ ഒന്നും പറ്റുന്നില്ല, അതുകൊണ്ട് ഭയങ്കര രോഗമാണ്. കടി തുടങ്ങി, കടി. ഒന്നും പറ്റിയില്ല, അതുകൊണ്ട് പോവല്ല. ഇതാ കുരുടൻ കണിയാന്മാര് പോവുക. കണിയാന്മാര് കണിയ കണിയാനും ഫാമിലിയുവാ. കണിയാൻ്റെ കഷണ്ടിയായിപ്പോയി. അങ്ങ് കണിയാൻ കഷണ്ടിയായിപ്പോയി, കൊച്ചു കണിയ. സീറോ 241 ഇവിടെ അങ്ങ് മുരടനക്കി അങ്ങ് ഭയങ്കര ഛർദിലാന്ന് തോന്നുന്നു. നമുക്ക് ഛർദിൽ കൂട്ടിയിട്ട് ഇതുവഴി ഇവിടെ എന്തോ ഇതിൽ കൂടെ പോകുമ്പോൾ അവർക്ക് ഭയങ്കര മുരടനക്കം. ഭയങ്കര ഒക്കുന്നില്ല അവർക്ക് തീരെ അങ്ങ്.